ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഞങ്ങളുടെ ഓഫീസിലേക്ക് ഇറങ്ങുന്ന ഫ്രണ്ട് വഴിയാണ്, അത് ലോക്ക്ഡാണ്. ബാക്ക് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കണ. അവിടുന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് ഞാൻ എണിച്ചു നോക്കുമ്പോ ആരോ അവിടുന്ന് ഓടിപ്പോണവര്. ബാലഭാസ്കറിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കേസ് കുറെ നാളുകളായിട്ട് ഈ ആ ഒരു മരണത്തിനകത്തുള്ള ദുരൂഹതകളൊക്കെ ഇങ്ങനെ, അതായത് ഇപ്പൊ കാണുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും ഇതെന്ന് പറഞ്ഞ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമല്ല, അതായത് ഇപ്പൊ ആക്സിഡന്റ് പറ്റിയിട്ടുള്ള അത് അങ്ങനത്തെ ഒരു മരണമല്ല എന്ന് അത് കാണുന്ന ആർക്കായാലും ഇപ്പൊ ഇതിനെ പറ്റിയിട്ട് പല രീതിക്കുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് പ്രിയ വേണുഗോപാൽ എന്ന് പറഞ്ഞ അവരൊക്കെ വന്നിട്ട് പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇതിനകത്തൊന്നും നമുക്ക് എവിടെയും ക്ലാരിറ്റി ആയിട്ട് ഇതാണ് സംഭവിച്ചേക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ മാത്രമുള്ള ഒന്നും വന്നിട്ടില്ല. പക്ഷേ കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി ഉള്ള ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുള്ള ഒരു മരണമല്ലാന്ന്. കാര്യം ഇതിന്റെ പുറകിൽ പല പല ദുരൂഹതകൾ ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ തുടർന്നിട്ട് പലതും പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോനകത്ത് കലാഭവൻ സോബിയാണ് അപ്പൊ കുറെ നാളുകളായിട്ട് ഇതിനകത്ത് ദുരൂഹതകൾ ഉണ്ട്, ഇത് മർദ്ദിക്കുന്നത് കണ്ടു എന്നൊക്കെ ഉള്ള രീതിക്ക് പല വിറ്റ്നസ്സുകളായിട്ടുള്ള ഒരാളാണ് ഈ പുള്ളി എന്ന് പറയുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരന്റെ ഓഡിയോ നമുക്ക് കേൾക്കാം, എന്നിട്ട് ബാക്കി പറയാം. ഞങ്ങളുടെ എന്തെങ്കിലും വിവരങ്ങൾ സാറിന് അറിഞ്ഞിട്ടുണ്ടോ? ശരിയാണ്, ഞാൻ ഈ ലൈവ് ഇന്നലെ ഇട്ടായിരുന്നെ. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാത്രി ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഞങ്ങളുടെ ഓഫീസിലേക്ക് ഇറങ്ങുന്ന ഫ്രണ്ട് വഴിയാണ്, അത് ലോക്ക്ഡാണ്. ബാക്ക് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കണ. അവിടുന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് ഞാൻ എണിച്ചു നോക്കുമ്പോ ആരോ അവിടുന്ന് ഓടിപ്പോണവരെ എനിക്ക് തോന്നി. രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോ, അതായത് വെള്ളിയാഴ്ച വെളുപ്പിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോ രാവിലെ ചെന്ന് നോക്കുമ്പോ അവിടെ ആൾക്കാർ കയറാൻ ശ്രമിച്ചതിന്റെ കാൽപ്പാടൊക്കെ. ഓക്കെ, അപ്പൊ ഈ ഒരു തെളിവുകളൊക്കെ പറഞ്ഞു എന്നുള്ള രീതിക്ക്, അതായത് ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞു എന്നുള്ള രീതിക്ക് കലാഭവൻ സോബീനെ വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ ആണിത്. അപ്പൊ അതിനകത്ത് പുള്ളി പറയുന്നത് കേട്ടല്ല, പുള്ളിക്കാരന്റെ വീട്ടിനകത്ത് ആരുടെയൊക്കെയോ കാൽപ്പാടുകളും അങ്ങനത്തെ ഇങ്ങനെ ആക്രമിച്ച രീതിക്കുള്ള ഓരോ തെളിവുകളും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് നമുക്ക് ബാക്കിയും കൂടെ കേട്ടു നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. അത് കഴിഞ്ഞ് ഇന്നലെ ഞങ്ങളുടെ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഊന്നൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഊന്നൽ സ്റ്റേഷനിൽ നിന്ന് അവര് വിളിച്ച എന്റെ മാനേജരോട് ചോദിച്ചു ഇന്നലെ അവിടെ എന്തെങ്കിലും സൗണ്ട് കേട്ടായിരുന്നു എന്ന് ചോദിച്ചു. അതായത് ശനിയാഴ്ച രാത്രി. അപ്പൊ അവര് നിലവിൽ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അവര് രാത്രി പട്രോളിംഗ് ഉണ്ട് അതില്. അപ്പൊ രാത്രി അവര് പട്രോളിങ്ങിന് വരുമ്പോ ഇതിന്റെ ഞങ്ങളുടെ എൻട്രൻസിൽ ആബേലത്തിന്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അവിടെ വണ്ടി നിർത്തിട്ട് താഴേക്ക് നോക്കുമ്പോ ആ ഒരു 30-40 മീറ്റർ മാറിയിട്ട് ആരോ നിക്കണമാതിരി അവർക്ക് തോന്നിയെന്ന് പറഞ്ഞു. അപ്പൊ അവര് ഇറങ്ങിയപ്പോഴത്തേനും അയാൾ ഓടിപ്പോയി. അപ്പൊ അയാളുടെ പുറകെ ഇവർ ഓടിയപ്പോഴത്തേനും ഒരു 4 പേരും കൂടെ അപ്പുറം നിന്ന് ഓടിപ്പോയി എന്ന് പറഞ്ഞു. പിടിക്കാൻ പറ്റില്ല, അതിന്റെ അപ്പുറം കുറെ കാട് പിടിച്ചിറക്കുന്ന സ്ഥലമാണ്. ഒരു 3 മണിയൊക്കെ ആയി കാണുമെന്ന് പറഞ്ഞു വെളുപ്പിന്. അപ്പൊ അവരതങ്ങനെ പറഞ്ഞിട്ട് പോയി. അപ്പൊ ഇന്നും ഇപ്പൊ രാവിലെ ഒരു ഊന്നലിലെ പോലീസ് ഓഫീസിൽ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അപ്പൊ എന്റെ മാനേജർ ഉണ്ട് അവരെന്റെ പേഴ്സണൽ സ്റ്റാഫ്. അവര് പറഞ്ഞു പിള്ളേര് ചിലപ്പോ ഇതിലൊക്കെ പോകാറുണ്ട്, കോളേജ് അവിടെ അടുത്തുള്ള പിള്ളേരാണോ ആ സമയത്ത്. അപ്പൊ പിള്ളേർക്കൊക്കെ കയറാനുള്ള സമയങ്ങൾ 10 മണിക്ക് ഉണ്ട്. പക്ഷെ ഇത് പിള്ളേർ ടൈപ്പുള്ള ആൾക്കാരല്ല, വലിയ സൈസ് ആൾക്കാരാണ് അവര് പറഞ്ഞത്. പഠിക്കുന്ന കുട്ടികളെല്ലാം വലിയ ആളുകളാണെന്ന്. വലിയ ആളുകളാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് 3 മണിക്കൊന്നും ഒരു സ്ഥലത്തൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. എല്ലായിടത്തും ഇപ്പൊ PG-യിലും ഒക്കെ ആണെങ്കിലും ഹോസ്റ്റലിലും നിർബന്ധമാണ്, PG-യിലാണെങ്കിലും അത് സമയമൊക്കെ കൊടുത്തു. അപ്പൊ ഇതിനകത്ത് ഈ പുള്ളി പറയുന്നതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കേസാണ് ഇതിപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇയാൾ പറയുന്നത് ശരിയാണ് അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് തെറ്റാണ്, അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഈ ഒരു കേസിനകത്ത്. പക്ഷെ ഈ പുള്ളി പറയുന്നതിനകത്ത് എവിടെയെങ്കിലും നമുക്ക് പല രീതിക്കുള്ള അസ്വാഭാവികതയും നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇതിനകത്ത് തന്നെ ഇപ്പൊ ഈ ഒരു റിട്ടയർഡ് SP ആയിട്ടുള്ള ജോർജ് ജോസഫ് എന്ന് പറഞ്ഞ പുള്ളി വന്നിട്ട് ഇതിനെ, അതായത് ഈ പുള്ളി പറഞ്ഞത്, അതായത് കലാഭവൻ സോബി പറഞ്ഞതിനകത്ത് സത്യങ്ങൾ ഉണ്ട് എന്നുള്ള രീതിക്ക് ഒരു സംഭവം വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു. സോബി ജോർജ് പുതിയ ആരോപണങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നത് വേറൊരു വശം. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം CBI ഒരിക്കൽ അന്വേഷിച്ചതാണ്. വീണ്ടും പുതിയ ആരോപണങ്ങൾ വരുമ്പോൾ അദ്ദേഹം മൂർച്ചയുള്ള ആരോപണങ്ങളുമായി വീണ്ടും സോബി രംഗത്ത് വരുന്നു. ഇത് കേസിന് ഇങ്ങനെ ആൾക്കാർക്കിടയിൽ ഒരു സംശയ നിഴൽ സൃഷ്ടിക്കുക എന്നതിനപ്പുറം അന്വേഷണ സംഘത്തിന് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്തിനാണ് ഈ അയാളെ അവിശ്വസിക്കുന്നത്? അയാൾ കുറ്റക്കാരനാക്കിയിട്ടാണല്ലോ ലോക്കലും. അത് അതിനോടൊക്കെ പോകുന്നത് എന്താണ്? ഒരു ക്രിമിനലായ ഒരാൾ ഒരു സത്യം പറഞ്ഞാൽ സത്യമായിട്ട് അംഗീകരിക്കണ്ടേ നമ്മൾ? അത് അയാൾ ക്രിമിനൽ ആയിക്കോട്ടെ, അയാൾ പറഞ്ഞ കാര്യത്തിനകത്ത് ഞാൻ അതിനകത്ത് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് നേരത്തെ എവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ട 3-4 കാറ് അയാള് പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി പോരാൻ നേരത്ത് റോഡിൽ കശപിശ ഉണ്ടാക്കി 3-4 കാറ്, ആ 3 കാറും അവിടെ കണ്ടെന്നാണ് അയാൾ പറയുന്നത്. ആ കാറ് പിന്നീട് കൊടകരയില് ചേസ് ചെയ്ത് സ്വർണം തട്ടുന്ന ഗ്യാങ് താമസിച്ച വീട്ടിൽ നിന്ന്
കണ്ടെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്ന് നമുക്ക് മനസ്സിലാക്കി ഈ സോബി വെറുതെ പറയുന്നതല്ല ഇതൊന്നും, ഇതിനകത്തൊക്കെ പല സത്യങ്ങളും ഉണ്ടെന്ന് ഇപ്പൊ ഈ റിട്ടയർഡ് SP പറയുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കാര്യം ഇവരൊന്നും അങ്ങനെ ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്ത് പറയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതിനകത്ത് ഒന്നും നമുക്ക് ആരെയും 100% നമുക്ക് ആരെയും വിശ്വസിച്ച് ഒന്നും പറയാൻ പറ്റൂല. ഇപ്പൊ ഈ സ്വർണ്ണ തട്ടിപ്പ് കേസൊക്കെ ആയിട്ടാണ് ഈ ഒരു വിഷയം റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ബാക്കിയുണ്ടോ? ആ കണ്ടെടുത്ത് പാലക്കാട് സൗത്തും നോർത്തിലെ സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ പിടിച്ചിട്ടുണ്ട്. അവിടെ ചെല്ലും ചെലവും കൊടുത്ത് ഒരു 2 നില വീട് എടുത്തിട്ട് 10-20 വാഹനങ്ങൾ വാടകയ്ക്ക് എടുത്ത് അവിടെ ഇട്ട് സ്വർണം പൊട്ടിക്കാൻ നടന്ന ഗാങ്ങിലുള്ള അതിനകത്ത് ഉൾപ്പെട്ട കാറാണ് ഇയാൾ കണ്ടതെന്ന് അത് അവിടെ കിടപ്പുണ്ട്. നോക്കണ്ടേ പോലീസ്? എന്താ നോക്കാത്ത? പക്ഷേ സാറേ ഈ പറയുന്ന പോലെ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച്, ഒടുവിൽ CBI, ഇവർക്കൊന്നും ഒരു ക്ലൂ പോലും ഇതുമായി ബന്ധപ്പെട്ട് അതൊരു കൊലപാതകമാണ് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സൂചനകളും ലഭിച്ചിട്ടില്ല. അപ്പോൾ അത്രയും വലിയൊരു ശക്തി ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. വേണ്ട, അന്ന് വേണ്ടല്ലോ. ഇപ്പൊ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ ഈ കാർ ഇരുന്ന സ്വർണ്ണക്കടത്തിനകത്ത് വന്നു. ഇപ്പോഴും ഒരു സ്വർണ്ണക്കടത്തിൽ പെട്ടു എന്നതിനപ്പുറം ബാലഭാസ്കറിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് പുതിയൊന്നും വന്നിട്ടില്ലല്ലോ. അതിലെ ഡ്രൈവറല്ലേ പുതിയതല്ലേ വന്നത്? ഇതുവരെ അറിയാത്ത CBIക്ക് പോലും അറിയാത്ത ഒരു കാര്യമില്ല. അന്നത്തെ ഡ്രൈവർ സ്വർണ്ണക്കടത്ത് ഇപ്പോഴും പിടിവിട്ടിരിക്കുന്നു. അപ്പം ബേസിക് ആയിട്ട് അയാൾക്ക് പ്രീവിയസ് ആയിട്ട് ഒരു 2-3 കേസുകളുള്ളതാണ്, മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള. എന്തുകൊണ്ട് അയാളെ ചോദ്യം ചെയ്ത് ബ്രേക്ക് ചെയ്തില്ല? അത് കസ്റ്റോഡിയൽ ഇന്റർവേഷൻ നടത്തിയേ പറ്റുള്ളൂ. ഉറപ്പായിട്ട് ഈ ഒരു വിഷയത്തിനകത്ത് വമ്പന്മാരുടെ ഒരു പിടിപാട് ഇതിനകത്ത് ഉണ്ട്. കാര്യം അല്ലെങ്കിൽ ഈ ഒരു വിഷയം എന്നേ തെളിയേണ്ട കേസാണ്. അപ്പൊ ആ ഒരു കേസ് തെളിയാത്തതിന് ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകിൽ പല വമ്പന്മാരും ഉണ്ട്. അപ്പൊ ഈ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ എല്ലാവരും പിടി വീഴും. അപ്പൊ അതിന്റെ ഒരു പേടി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും പവർ ഉപയോഗിച്ചിട്ട് ഈ ഒരു കേസ് അങ്ങ് മുമ്പോട്ട് പോകാത്ത രീതിക്ക് നിർത്തിയേക്കണേണ്. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ ഈ സോബി പറയുന്നതിന് എല്ലാം അങ്ങനെ വെറുതെ പറയുന്നതൊന്നുമല്ല. അപ്പൊ അതിനകത്തും പല സത്യങ്ങളും ഉണ്ടാവാമെന്നേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഈ ഒരു വിഷയത്തിനകത്ത് തന്നെ ഒരു ദൃക്സാക്ഷിയുടെ ഓഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടെ. അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കത്തിൽ കിടാം, ഭയങ്കരമായ ഒരു സൗണ്ട് കേട്ടു. അങ്ങനെ ഞാൻ ഭയങ്കര സൗണ്ട് എന്ന് അത്രയ്ക്ക് ഒരു ബോംബ് പൊട്ടുന്ന സൗണ്ടായിരുന്നു കേട്ടു. അപ്പം ഞാനങ്ങ് എൻ്റെ ഒരു കൂട്ടുകാരനെ ഉറക്കത്തിൽ ചാടി നെറ്റി അഴിച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ആക്സിഡൻ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആരുമില്ല, ഞങ്ങൾ 2-3 പേര് ശ്രമിച്ചിട്ട് നടക്കില്ല എന്ന്. അങ്ങ് പുകയും ആളി പടരുന്ന പുക, തുറക്കാനോ ഒന്നിനും എടുക്കാനോ ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഉടനെ പെട്ടെന്ന് വണ്ടി എടുത്ത് റോഡിൽ ചെല്ലുമ്പോഴത്തേക്ക് ബാലഭാസ്കരനെ റോഡിൽ കിടത്തിയിരിക്കുകയാണ്. ഭാര്യ ഒരു ആംബുലൻസ്. അപ്പോഴാണ് ഞാൻ പുള്ളിയെ ഇതുപോലെ കണ്ടിട്ടുണ്ട്, പ്രോഗ്രാമിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം നോക്കി ഒന്ന്, വീണ്ടും എനിക്കൊരു സംശയം വന്ന് വീണ്ടും ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചത് എൻ്റെ മകളൊക്കെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനും അറിയുന്ന മകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് പുള്ളി വേറൊരു ആംബുലൻസ് വന്ന് പുള്ളി ആ ആംബുലൻസിൽ കയറ്റി ഭാര്യ കയറി. അവസാനം ഡ്രൈവറെ എടുക്കാൻ വേണ്ടിയാണ് അത്രയും ബുദ്ധിമുട്ട്. ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ബുദ്ധിമുട്ട്. പുള്ളിയുടെ കാല് ഒടിഞ്ഞിട്ട് അകത്തോട്ട് കയറി, സീറ്റിൻ്റെ ഇടയിലോട്ട് കയറി. സ്റ്റിയറിംഗ് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പുള്ളി ഒരു ബർമൂഡ ടീഷർട്ടാണ്. പുള്ളി നമ്മൾ കാലെടുത്തെങ്കിൽ പുള്ളി സീറ്റിൽ നിന്ന് ഊരി എടുത്ത് അങ്ങോട്ട് വണ്ടിയിൽ കയറ്റാൻ പറ്റും. പുള്ളി അതിന് സമ്മതിക്കുന്നില്ല. ഡ്രൈവർ എന്ന് പറയുന്ന പുള്ളി സമ്മതിക്കുന്നു. അല്ലെ ബാലഭാസ്കരനല്ല വണ്ടി ഓടിച്ചു. ഇതിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. ഉണ്ടെന്ന് പറയാൻ അത് ബസ് ഡ്രൈവർ പറയാൻ ബാലഭാസ്കരൻ അതൊന്നുമല്ല. സത്യം ദൈവത്തിനറിയാം ആരൊക്കെ മൂടി വെച്ചാലും. ഓക്കെ, അപ്പൊ ഈ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ബാലഭാസ്കർ അല്ല വണ്ടി ഓടിച്ചത്, ഡ്രൈവറാണ് വണ്ടി ഓടിച്ചത് എന്നുള്ള രീതിയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ പുറകിലെ മിസ്റ്ററിയും ഇങ്ങനെ നിൽക്കണേണ്. അപ്പൊ നമുക്കിനി ഇതിന്റെ ബാക്കിയും കൂടെ കണ്ടു. അതുപോലെ തന്നെ ഇഷാൻ ദേവ് എന്ന് പറയുന്ന അദ്ദേഹം ചെന്നൈയിലായിരുന്നു. അദ്ദേഹത്തിനും ഒരു 4:01 കോള് വന്ന കാര്യം അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് മുൻപ്. ഇതെല്ലാം നിലനിൽക്കെയാണ് 4:15 എന്നുള്ള ഒരു കാര്യം വരുന്നു. CBIയും പറയുന്നുണ്ട് 3:30 ആക്സിഡന്റ് നടന്നുവെന്ന്. ജമീൽ എങ്ങനെ അറിഞ്ഞു എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. തമ്പിയും ജിഷ്ണുവും അറിഞ്ഞതിന് ശേഷം ലോകം അറിഞ്ഞ ഒരു വാർത്ത. ജമീൽ എന്ന് പറയുന്ന ആൾ എങ്ങനെ അറിഞ്ഞു എന്ന് ആരും പറയുന്നില്ല. ജമീലും വിഷ്ണുവും തമ്പിയും ഒക്കെ സ്വർണ്ണക്കള്ളക്കടത്തിന് പിന്നീട് കാരിയർമാരായി പിടിയിലായവരാണ് DRIയുടെ. ഇതൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല. ദുരൂഹതകളില്ല. ഹൈക്കോടതി വിധിയിൽ എടുത്തു പറഞ്ഞ 3-4 പോയിന്റ്സ് ഉണ്ട്. അതിലൊന്ന്, തമ്പി ഈ അപകടം നടക്കുന്നതിന്റെ തലേ ദിവസം 24-ാം തീയതി രാത്രി ആകാശ് ഷാജി എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായി ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 8.5 മിനിറ്റ്. ആ രാത്രി ആകാശ് ഷാജി എന്ന് പറയുന്ന ജിത്തു എന്ന് പറയുന്ന വിഷ്ണു സോമസുന്ദരത്തിന്റെ കസിൻ വിഷ്ണുവിനോടൊപ്പം ദുബായിലാണ്. അപ്പൊ ഈ ആകാശ് ഷാജിയോട്, അതായത് ഈ ആകാശ് ഷാജി എന്ന് പറയുന്ന ജിത്തു എന്ന് പറയുന്ന ആൾ ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ
ഒരു മിഡിൽ മാൻ ആണ്. ദുബായ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മിഡിൽ മാൻ ആണ് ആകാശ് ഷാജി എന്ന് പറയുന്ന ഈ ജിത്തു. ബാലുചേട്ടൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു ആ ഒരു കാലയളവിൽ എന്നുള്ളതിന് ഒരു തെളിവ് നമുക്കുണ്ടായിരുന്നത്, ബാലുചേട്ടൻ പ്രളയ സമയത്ത് സൺ ഹോംസിന്റെ മുമ്പിൽ നിന്ന് ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൈവ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ബാലുചേട്ടൻ്റെ ചുറ്റും ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കളക്ഷൻ പോയിന്റ് ആയിട്ടാണ് സൺ ഹോംസ് അദ്ദേഹം പറയുന്നത് അതിനകത്ത്. അപ്പോൾ ബാലുചേട്ടൻ പറയുന്നതിൽ ഒരു നമ്പർ ബാലുചേട്ടൻ കാണാതെ പറയുന്നുണ്ട്. അത് തമ്പിയുടെ നമ്പറാണ്. രണ്ടാമതൊരു നമ്പർ വിഷ്ണുവിനോട് ചോദിച്ചിട്ട് പറയാൻ പറയുന്നുണ്ട്. വിഷ്ണു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അത് ജിത്തുവിൻ്റെ നമ്പറാണ്. ഈ സമയത്ത് തന്നെ ജിത്തു എന്ന് പറയുന്ന ഒരാൾ പുറകെ മിന്നിമായുന്നുണ്ട്. ബാലുചേട്ടൻ്റെ ആ വിഷ്വൽസ്, ലൈവ് വിഷ്വൽസ് കണ്ടാൽ അറിയാം. അപ്പോൾ ഈ ജിത്തു ആണ് ദുബായിലെ മിഡിൽ മാൻ ആണ് എന്ന് പറയുന്നത്, വിഷ്ണുവിൻ്റെ കസിനാണ്. അപ്പോൾ ഈ ജിത്തുവുമായി ജിത്തു എന്ന ആകാശ് തമ്പിയുമായി ആകാശ് ഷാജിയുമായി പ്രകാശ് തമ്പി എന്തിന് ഇത്ര നേരം സംസാരിക്കണം, അതും 24-ാം തീയതി രാത്രി? ഈ ചോദ്യം വ്യക്തമായിട്ട് കോടതി ചോദിച്ചു. ഹായ്, ബാലഭാസ്കർ ആണ് ഇവിടെ. ഞങ്ങളിവിടെ ഒരു ചെറിയൊരു കളക്ഷൻ പോയിന്റിലാണ്. ഞങ്ങൾ സൺ ഹോംസിൻ്റെ സൗദി അറേബ്യ ഓഫീസിലാണ്. നാളെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ആൾക്കാർ എറണാകുളം വരെ ഒരു ലോറിയിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് മെഡിസിൻസും ബെഡ്ഷീറ്റ്സ്, അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് ഞങ്ങൾ സാധനങ്ങൾ കയറ്റുന്നത്. ഇതിലേക്ക് കയറ്റാൻ ഇനിയും സ്പേസ് ഉണ്ട് അതിനകത്ത് കയറാനായിട്ട്. അപ്പം ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ വെൽക്കം. ഒന്നുകൂടെ പറയാം, കവടിയാറിലാണ്. കവടിയാറിൽ സൺ ഹോംസിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഈ കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ യു ആർ വെൽക്കം ടു കോൺട്രിബ്യൂട്ട്. രണ്ട് നമ്പർ, വിഷ്ണു, ജിത്തു നമ്പർ എത്ര? ജിത്തു നമ്പർ എന്ന് പറയുമോ? 9895702405. അതൊരു നമ്പർ. പിന്നെ ഒന്ന് 9895196634. ഇതിലേതെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ 10 മണി വരെ കളക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടുന്ന് നാളെ 10 മണിക്കെങ്കിലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. സോ വെൽക്കം, താങ്ക് യു. ഈ 24-ാം തീയതി രാത്രി തന്നെ, അതായത് ഏകദേശം 8 മണി അടുപ്പിച്ച് പ്രകാശ് തമ്പി ഈ പള്ളിപ്പുറം ഈ ആക്സിഡന്റ് നടന്ന സ്ഥലവുമായി ഒരുപാട് ദൂരമില്ലാത്ത പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ATM-ൽ നിന്ന് 25,000 രൂപ പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തമ്പി പറഞ്ഞത് മറ്റാവശ്യങ്ങൾക്കാണ്. കാരണം ഇവരുടെ പ്രകാശ് തമ്പിയുടെ ഭാര്യ ഈ സുശ്രുത ക്ലിനിക്കിൽ അഡ്മിറ്റഡ് ആയിരുന്നു, അവരുടെ ഗൈനക് റിലേറ്റഡ് ഇഷ്യൂസിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി എടുത്ത പണമാണ്, അതിനുവേണ്ടി വിഡ്രോ ചെയ്ത പണമാണ്. പക്ഷേ തമ്പി അതിനു മുമ്പ് കൊടുത്ത മൊഴിയിൽ ഈ പ്രകാശ് തമ്പിയുടെ ഭാര്യയായ അനുശ്രീയെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് അന്നേ ദിവസം വൈകിട്ടാണ്, 24-ാം തീയതി വൈകിട്ടാണ്. പിന്നെ സന്ധ്യ കഴിഞ്ഞിട്ട് ഇയാൾ എന്തിനാണ് പണം എടുത്തത് എന്നൊരു ചോദ്യം വന്നു. ഈ പോത്തൻകോട് ഈ സ്ഥലത്ത് നിന്ന് ഷോർട്ട് കട്ട് ഉണ്ട് ഈ പള്ളിപ്പുറം അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താനായി. അപ്പോൾ ഈ ഏരിയയിൽ തമ്പി ആ രാത്രി ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവുണ്ടല്ലോ. ആ രാത്രി തമ്പി അവിടെ തന്നെ ഉണ്ടായിരുന്നതിനുള്ള കാരണം ചോദിച്ചിട്ടുണ്ട്. ജിഷ്ണു എന്ന് പറയുന്ന വ്യക്തി, പൂന്തോട്ടം ലതയുടെ മകനായ ജിഷ്ണു എന്ന വ്യക്തി തലേ ദിവസം രാത്രി പ്രകാശ് തമ്പിയുടെ വീട്ടിലുണ്ടായിരുന്നു. ഒരു രസകരമായ എപ്പിസോഡാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു ജിഷ്ണുവിൻ്റെ കാര്യം. കാരണം ജിഷ്ണു എന്ന് പറയുന്ന ആൾ ഓസ്ട്രേലിയയിൽ എന്തോ പ്രീ മെഡിക്കൽ കോഴ്സ് എങ്ങാണ്ട് ചെയ്യുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എറണാകുളത്ത് വന്നു, തൃശ്ശൂർ വന്നു. 23-ാം തീയതി മുഴുവൻ അയാളുടെ CDR പ്രകാരം തൃശ്ശൂരിൽ തന്നെയുണ്ട്. 23-ാം തീയതി രാത്രി അർദ്ധരാത്രിയോടുകൂടി അയാൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നു. നോക്കൂ, ഈ ജിഷ്ണുവിന്റെ അമ്മയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നത്, ബാലുചേട്ടനും ലക്ഷ്മിക്കും കുഞ്ഞിനും വേണ്ടി അറേഞ്ച് ചെയ്യുന്നത്. പക്ഷെ ജിഷ്ണു, അതെ, ഇത് പൊരുത്തക്കേടുകൾ വരുന്ന വിധം ഒന്ന് ആലോചിക്കണം. അതായത് ജിഷ്ണു 24-ാം തീയതി രാത്രി
അവിടെ നിന്ന് പുറപ്പെട്ട് 23-ാം തീയതി മിഡ് നൈറ്റ് അവിടെ നിന്ന് പുറപ്പെട്ട് 24-ാം തീയതി വെളുപ്പിനെ ഒരു 7:15 കൂടി തിരുവനന്തപുരത്ത് എത്തുന്നു. തമ്പിയെ വിളിക്കുന്നു, തമ്പിയുടെ വീട്ടിലേക്ക് പോകുന്നു. ബാലുചേട്ടനും കുടുംബവും 8 മണി അടുപ്പിച്ച് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്നു. അതായത് ജിഷ്ണുവിൻ്റെ അമ്മ തന്നെ അറേഞ്ച് ചെയ്ത കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ജിഷ്ണു വന്നതിന് കാരണം പറഞ്ഞത് മെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇയാൾ ഒരുപാടടുത്ത് ഈ പ്രീ മെഡിക്കൽ കോഴ്സ് ചെയ്തു. ഇയാളുടെ പഠനാവശ്യത്തിനായി ബാലുചേട്ടൻ ഒരുപാട് കാശ് മുടക്കിയിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. റഷ്യയിൽ പോയി എന്ന് പറയുന്നു, ഓസ്ട്രേലിയയിൽ പോയി എന്ന് പറയുന്നു. ഇതിനൊക്കെ ബാലുചേട്ടൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം അറിയുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ രേഖാമൂലമാണോ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണോ എന്നുള്ളതും ഒന്നും തൊട്ടിട്ടില്ലാത്ത വിഷയമാണ്, അതൊന്നും അന്വേഷിച്ചിട്ടില്ലാത്ത വിഷയമാണ്. കൊടുത്ത 10 ലക്ഷം രൂപ തിരിച്ചു തന്നു. ഇത് മാത്രമാണ് സ്ഥിരമായി കേൾക്കുന്ന പല്ലവി. പക്ഷെ അല്ലാതെ തന്നെ ഒരുപാട് തുക ഇയാൾക്ക് വേണ്ടിയിട്ട് തന്നെ ചെലവാക്കിയിട്ടുണ്ട്, കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയുന്ന കാര്യമാണ്. ബാലുചേട്ടൻ്റെ അച്ഛനും അറിയുന്ന കാര്യമാണ്, ബാലുചേട്ടൻ തന്നെ പറഞ്ഞു. അപ്പോൾ ഇയാൾ വന്ന തിങ്കളാഴ്ച രാവിലെ അല്ലെങ്കിൽ ഈ 25-ാം തീയതി രാവിലെ തന്നെ അയാൾക്ക് എവിടെയോ കുറേ പേപ്പേഴ്സ് സമർപ്പിക്കാനുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആരോടോ എൻക്വയറി ചെയ്യാനുണ്ടെന്നോ ഒക്കെ പറഞ്ഞാണ് ഇയാൾ വരുന്നത്. വന്ന ആൾ തമ്പിയുടെ കൂടെ തന്നെയുണ്ട്, തമ്പിയുടെ കൂടെ രാത്രിയുണ്ട്. അങ്ങനെയാണ് ലതയുടെ കോൾ ജിഷ്ണുവിന് ആദ്യം വരുന്നത്. 4:15 കഴിഞ്ഞിട്ട് അപകടം നടന്നു എന്നുള്ളത് ജിഷ്ണു വഴി തമ്പി അറിയുന്നു. അങ്ങനെയാണ് പിന്നെ കാര്യങ്ങൾ നടന്നത്. സമയത്ത് കാറിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ ഉറവിടം അന്വേഷിക്കുന്നു. 40ഓളം പവൻ സ്വർണവും 2 ലക്ഷത്തിലേറെ രൂപയുമാണ് കാറിൽ നിന്ന് കണ്ടെടുത്തത്. വാഹനം ഓടിച്ചിരുന്നത് അർജുൻ തന്നെയാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. വിശദാംശങ്ങൾ CG അരുൺ സിംഗ് നൽകും. അരുൺ, ഈ കാര്യത്തിൽ അന്വേഷണം ഒരുപാട് മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ ഈ പ്രിയ വേണുഗോപാൽ ഫേസ്ബുക്കിലൂടെ അടക്കം ഉന്നയിച്ച ആക്ഷേപമാണ് ഈ സ്വർണം, ഇത്രയും സ്വർണം എന്തിന്? അപ്പോൾ ആ വഴിയിലൂടെയും പോലീസ് സഞ്ചരിച്ചു തുടങ്ങുന്നു, അങ്ങനെയാണോ? ദാസ്, ഇന്നത്തെ ചോദ്യം പ്രകാശൻ തമ്പിയുടെ ചോദ്യം ചെയ്യലോടുകൂടി ഏതാണ്ട് ഒരു ആദ്യഘട്ടത്തിലെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായത് സംശയം ദൂരീകരിച്ചിട്ടുള്ളത് അപകട സമയത്ത് വാഹനം ഓടിച്ചത് ആര്? ആ ചോദ്യത്തിന് അത് കൃത്യമായി അർജുനാണ് എന്ന് ഉത്തരം ലഭിച്ചിട്ടുണ്ട്. അർജുന്റെ പരിക്കുകൾ, ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യങ്ങൾ എല്ലാം വെച്ച് അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലെ പ്രധാനപ്പെട്ട അന്വേഷണമുള്ളത് ഈ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാറിൽ നിന്ന് അപകട സമയത്ത് കണ്ടെടുത്തിട്ടുള്ള സ്വർണത്തിന്റെ ഉറവിടം, അല്ലെങ്കിൽ എന്തിന് ഇത്രയും സ്വർണവും ഇത്രയും പണവും ഒരു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് ഒരു കുടുംബം കയ്യിൽ കരുതി എന്നുള്ളതാണ്. പലതവണ ബാലഭാസ്കറിന്റെ കുടുംബം അടക്കമുള്ളവരുടെ മൊഴിയെടുത്തിരുന്നു. അത് അവരുടെ സ്വന്തം സ്വർണവും ബാലഭാസ്കറിന്റെ പണവുമാണ്. അത് വീട് പൂട്ടിപ്പോകുന്നത് കൊണ്ട് കൂടെ കൊണ്ടുപോയി എന്നുള്ളതാണ് നൽകിയിട്ടുള്ള മൊഴി. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ മൊഴിയാണോ എന്ന് കണ്ടെത്താനുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പ്രകാശൻ തമ്പിയുടെയും ബാലഭാസ്കറിന്റെയും പാലക്കാട് പൂന്തോട്ടം കുടുംബത്തിനൊക്കെ തന്നെ സാമ്പത്തിക ഇടപാടുകളിൽ ചില സംശയങ്ങളുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് തന്നെ എത്തുന്നുണ്ട്. അത് ദൂരീകരിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ആദ്യഘട്ടമായിരിക്കും ഈ സ്വർണം എന്തിന് ഇത്തരം വാഹനത്തിൽ കൊണ്ടുപോയി എന്നുള്ള ഉത്തരം കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് കേട്ടല്ല, അതായത് ഈ ജമീൽ എന്ന് പറഞ്ഞ, അതായത് ബാലഭാസ്കറിന്റെ കൂടെയുള്ള പലരും, ഈ ജമീൽ ഉൾപ്പെടെ പലരും ഈ സ്വർണ്ണ കേസായിട്ട് പിന്നീട് പിടിക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്വർണ്ണ കേസും ഇതുമായിട്ട് നല്ല റിലേഷൻ ഉണ്ട്, ഈ ഒരു കേസുമായിട്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. ഇത് അങ്ങനത്തെ ഒരു ഇതല്ല, നോർമൽ ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പറ്റൂല ഈ ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസ് എത്രയും പെട്ടെന്ന് തന്നെ ഇത് റീഓപ്പൺ ചെയ്തിട്ട് ഇതിന് ഒരു ഇപ്പോഴേ ഇത് അതങ്ങോട്ട് നടന്നു പോകും. ഇനി പിന്നീടാവുമ്പോഴത്തേക്കും വേറെ പല പല കേസുകൾ വരും. അതായത് ഇപ്പൊ ഈ ഒരു കേസ് വരുമ്പോൾ തന്നെ വേറൊരു കേസ് വരുമ്പോഴത്തേക്കും ഈ കേസ് അങ്ങോട്ട് പോയിട്ട് പിന്നെ എല്ലാവരും അതിന്റെ പുറകെ പോകും. അങ്ങനെയാണ് ഇതിവിടെ, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു ചൂടിന്റെ പുറത്ത് ഈ കേസ് അങ്ങോട്ട് അന്വേഷിച്ച് ഇതങ്ങ് തീർത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് തീരും. അല്ലെങ്കിൽ ഇത് തീരാനേ പോകുന്നില്ല, ഇത് ഇങ്ങനെ കിടക്കും. അപ്പൊ എനിക്ക് അത്രയോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഇതിനെ ഒരു ആരാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിന്റെ പുറകിലുള്ളത്, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, ഇതൊക്കെ പുറത്ത് വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം ഞാൻ ഇതിനകത്ത് ഉറപ്പിച്ചൊന്നും പറയാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് 100% ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റൂല ഇതിനകത്ത്. കാര്യം അങ്ങനത്തെ തെളിവുകളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ കണ്ടാൽ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.